ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഡൈനിങ് ടേബിളിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു മാറ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ അളവ് നോക്കാം. 8 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, നീളവും 8 ഇഞ്ച് തന്നെയാണ്. ഇപ്പം 8 ഇഞ്ച് നീളത്തിലും വീതിയിലും ഒരു സ്ക്വയർ പീസ് എടുക്കുക. 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ അളവ് തന്നെയാണ്. ഇപ്പം സ്ക്വയറായിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല പുതിയ തുണി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്നതാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ ഫസ്റ്റ് നമ്മൾ ഒരു പീസിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ തുണി വെക്കുന്നത്. എല്ലാം കോട്ടൺ തന്നെ ഉപയോഗിക്കുക. നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നത് ലൈനിങ്ങും ഒക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ഫുള്ള് കോട്ടൺ ആണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വെക്കുന്ന ഏത് കളറാണെന്ന് വെച്ചാൽ അതേപോലെ ഉള്ള മാച്ചിങ് കളറുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വെക്കുന്നതിൽ ലാസ്റ്റ് വെക്കുന്ന ആ 2 പീസിനും അതേ കളർ കിട്ടുകയാണെങ്കിൽ അത് ആദ്യം വയ്ക്കുക. പിന്നെ നമ്മൾക്ക് മിഡിൽ ഭാഗത്തൊക്കെ നമുക്ക് ഏത് കളർ വേണേലും വയ്ക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വെക്കുന്ന പീസിൻ്റെ പ്യുവർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിം മാച്ചിങ് കളർ ഉണ്ടെങ്കിൽ അത് തന്നെ വെക്കുക. ലൈനിങ്ങിൻ്റെയും തുണി എടുക്കാം, ബ്ലൗസ് പീസിൻ്റെ ഇതേപോലെയൊക്കെ കുറച്ച് ബാലൻസ് വരുന്നതൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഓണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. നമുക്ക് ഓണത്തിനൊക്കെ ഒത്തിരി തരം കറികളൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളെല്ലാം കാസറോള് കാണത്തില്ല നമുക്ക്. അപ്പോൾ നമുക്ക് സ്റ്റീലിലൊക്കെ ചൂടായിട്ടൊക്കെ വിളമ്പി ഡൈനിങ് ടേബിളിന് മേലെ വെക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. നമുക്ക് ഇതുപോലെ കുറേശ്ശെ തുണികൾ വെച്ചിട്ട് നമുക്ക് പഴയതും മിഡിൽ ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പഴയതും വെക്കാം, കോട്ടൺ തന്നെ. പഴയതിലും പുതിയതിലും ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് കളർ ഏതാണെന്നോ മുകളിൽ വയ്ക്കുന്നതും അതിനോട് ചേർത്ത് നമ്മൾ ഈ സെൻട്രൽ വെക്കുന്നതിൻ്റെ ചേർത്ത് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡാണ് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം മുകളിൽ വയ്ക്കുന്ന ആ സ്ക്വയർ പീസ് മെയിൻ ഫാബ്രിക്കിൻ്റെ സാമ്യമുള്ള കളർ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. ഇപ്പോൾ ഡൈനിങ് ഷീറ്റൊക്കെ മിക്കവാറും പ്ലാസ്റ്റിക്കൊക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ ചൂട് സ്റ്റീൽ പാത്രത്തിലൊക്കെ വിളമ്പിക്കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം. കട്ടിക്ക് തന്നെ കോട്ടൺ തുണിയിൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവെക്കാം. വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതുപോലെ പിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പിൻ ചെയ്യുകയാണ്. 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ 2 കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നല്ല വശം മുകളിൽ വരണം. ഇതിപ്പോൾ നല്ല സൈഡാണ്, മറ്റേത് ഇത് നല്ല സൈഡ്. അങ്ങനെ വരുന്ന വിധത്തിൽ വേണം. ബാക്ക് സൈഡിൽ 2ൻ്റെ ബാക്ക് സൈഡിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ തുണി വയ്ക്കുന്നത് മിഡിൽ പോർഷൻ. ഇനി നമുക്ക് കോർണർ ടു കോർണർ വരച്ച് കൊടുക്കാം. വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് കോർണർ ടു കോർണർ ഇതേപോലെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ വീണ്ടും അതിൻ്റെ മേലെ അടുത്ത കോർണറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡ് ആയിട്ടാണ് അടുത്തത്. പിന്നെ നെക്സ്റ്റ് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ കറക്റ്റ് അളവിന് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 1.5 ഇഞ്ചിൽ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ബോർഡർ പോലെ കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മിഡിൽ ഭാഗത്തുനിന്ന് തുടങ്ങാം. നമുക്ക് നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് 2 സൈസ് തുണി എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2 സൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ അതിന് മുന്നേ നിങ്ങളൊരു കർവ് ഷേപ്പിൽ അല്ലെങ്കിൽ കോർണർ ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ നന്നായിരിക്കും. എന്നിട്ടിപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യാൻ. എൻ്റെ കോർണർ അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് 2 സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം ബ്ലൗസ് പീസിൻ്റെ ലൈനിങ്ങിൻ്റെയും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇത് വാഷ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റീലിലൊക്കെ നല്ല ചൂടായിട്ട് ഒക്കെ കറികൾ വിളമ്പി വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന തുണിയിൽ ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക്
നല്ല യൂസ്ഫുള്ളാണ് ഓണമൊക്കെ വരുന്ന സമയത്ത്. ഇനി ഒരു റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ടൈപ്പിലുള്ളതാണ്. ഒന്ന് സ്ക്വയർ ഷേപ്പ്, അടുത്തത് ഒരു റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിന് ഒരു അളവ് കറക്റ്റിന് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ റൗണ്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം റൗണ്ട് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ അടുത്തത് സ്ക്വയറായിട്ട് തന്നെ ഇരുന്നാൽ മതി. എന്നാലേ നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അടിയിൽ വെക്കുന്നത് ടേബിളിനോട് ചേർത്ത് നല്ല സൈഡ് വെക്കുക ക്ലോത്ത്. എന്നിട്ടിപ്പോൾ ആ തുണിയോട് മാച്ചിങ് വരുന്ന ഈ ഒരു കളർ. ഇതിപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒന്ന് 4 സൈഡും ഒന്ന് പ്രസ് ചെയ്തങ്ങ് വെക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ശേഷം നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് ഒരു തുണി നല്ല ഫുള്ളായിട്ട് സ്ക്വയറിലായിട്ട് വെച്ച് കൊടുക്കണം. ശേഷം നമ്മൾ നല്ല പീസ് ഇടുക. അപ്പോൾ ഇതേ അളവിന് നമുക്ക് അടിയിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പീസാണ്. അതുകൊണ്ട് നമുക്ക് ഇതേ റൗണ്ടിന് തയ്ക്കുമ്പോൾ നമുക്ക് റൗണ്ട് തന്നെ അവിടെയും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കട്ടിക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് മാത്രം ഒന്ന് ഔട്ട്ലൈന് മാത്രം ഒന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ശേഷം നിങ്ങൾക്കൊന്ന് വരച്ച് കൊടുക്കുകയോ കൊടുക്കാതെയോ ഇതേ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കറക്റ്റ് ലെവലിന് നമ്മൾക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് ഒന്ന് ബോർഡറായിട്ടൊന്ന് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 സൈഡ് ഉപയോഗിക്കുന്ന രീതിയിൽ ഞാൻ 2 ടൈപ്പ് ആണ് ഈ തുണി എടുത്തിട്ടുള്ളത്. റൗണ്ടിനുള്ളത് 2 ടൈപ്പാണ്. ഇപ്പോൾ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് കോട്ടൺ തന്നെയാണ്. ഇതുപോലെ കുറച്ച് തയ്ച്ച് ഇട്ടാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 സൈഡ് മാറി മാറി ഉപയോഗിക്കാം. ഇതും അതേപോലെ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വളരെ ഉപകാരവുമാണ്. അപ്പം നമുക്ക് അല്പസമയത്തിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തതാണ്. ഇത് സാരിയുടേതായിരുന്നു. അത്രയ്ക്ക് കട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ലൈനിങ് കൊടുത്ത് അപ്പോഴും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ തന്നെ ഈ ലൈനിങ്ങിൻ്റെ ബ്ലൗസ് പീസിൻ്റെ തുണി വെച്ചിട്ടാണ് പിങ്ക് കളറ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം.